ഇന്നത്തെ ജിയോ പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ്സിൽ ഇറാൻ്റെ ഉള്ളിൽ ആണവായുധ പരീക്ഷണം ഇറാൻ നടത്തിയോ എന്നുള്ള ഒരു ഡൗട്ട്. അത് വേറെ ഒന്നുമില്ല, ശരിക്കും ഈ ബന്ദർ അബ്ബാസ് തുറമുഖത്തിൻ്റെ തൊട്ട് താഴെ കുറച്ച് ഞാൻ ഈ മാപ്പിൽ കാണിക്കുന്ന ലൊക്കേഷനിൽ 5.2 റിക്ടർ സ്കെയിലിൽ ഭൂചലനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. കുറച്ച് ഡെപ്തിലാണ് ഇതിൻ്റെ വൈബ്രേഷൻ അനുഭവപ്പെട്ടത്. അപ്പോൾ എന്തായാലും ഇത് പരമാവധി ഒരു മിസൈൽ പരീക്ഷണമാണോ അല്ലെങ്കിൽ ആണവായുധ പരീക്ഷണമാണോ എന്നുള്ള ഡൗട്ട് നിലവിലുണ്ട്. സെർബിയയുടെ പ്രസിഡന്റ് വൗസിക് പുള്ളിക്കാരൻ പറഞ്ഞിരിക്കുന്നത് ഇറാൻ്റെ മേളിൽ വരുന്ന 48 മണിക്കൂറിൻ്റെ ഉള്ളിൽ അമേരിക്ക ആക്രമണം നടത്താനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട് എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് പുള്ളിക്കാരൻ ഉറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ്. ഇതിപ്പോൾ സെർബിയയിലുള്ള പ്രസിഡന്റ് ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ഇതിനെ എപ്സ്റ്റീൻ ഫയലുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയിൽ ഇപ്പോൾ നിലവിൽ ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു രാഷ്ട്രീയ പശ്ചാത്തലം അതാണ് പ്രധാനമായിട്ട് പുള്ളിക്കാരൻ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിന് ഇപ്പം ഈ എപ്സ്റ്റീൻ ഫയലുമായിട്ട് ബന്ധപ്പെട്ട കേസിൽ അമേരിക്കയുടെ ഉള്ളിൽ മറ്റാർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ വിഷയങ്ങളുണ്ടോ എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ അത് വലിയ കാര്യമില്ല. പക്ഷേ നിലവിലെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ്. അപ്പോൾ ഡൊണാൾഡ് ട്രംപിന് ഈ വിഷയത്തിൽ വല്ലാത്ത രീതിയിൽ ഒരു പ്രതിസന്ധി നേരിടേണ്ടി വരും. ആ പ്രതിസന്ധിയെ എങ്ങനെയാണ് ഡൊണാൾഡ് ട്രംപ് തരണം ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് ഇനിയിപ്പം നോക്കിക്കാണേണ്ടത്. കാരണം അമേരിക്കയുടെ ഉള്ളിൽ ഇമ്മാതിരിപ്പെട്ട വിഷയങ്ങൾക്കൊക്കെ വല്ലാത്ത രീതിയിലുള്ള നടപടിക്രമങ്ങൾ നേരിടേണ്ടി വരും, പ്രത്യേകിച്ചും പബ്ലിക്കിൻ്റെ സൈഡിൽ നിന്നും. ഇപ്പം ബിൽ പരാജയപ്പെട്ടത് എന്തുകൊണ്ടാണ് ഒരു ലേഡിയുമായിട്ട് ബന്ധപ്പെട്ട കേസിലാണ്. അതുപോലെ നമ്മൾ അമേരിക്കയുടെ ഉള്ളിൽ പ്രസിഡന്റായിട്ട് പോകുന്ന ആൾ ട്രംപിൻ്റെ ആദ്യത്തെ ഇലക്ഷൻ വിജയിച്ച് 2016-17 ആ കാലഘട്ടത്തിൽ പ്രസിഡന്റായിട്ട് ചുമതലയേൽക്കാൻ പോകുന്ന സാഹചര്യത്തിൽ ഏതാണ്ട് മെലാനിയ ട്രംപുമായിട്ട് ഡിവോഴ്സിൻ്റെ വക്കിൽ എത്തിയിരുന്നതായിട്ടുള്ള വാർത്തകളുണ്ട്. പിന്നീട് പുള്ളിക്കാരൻ ഇലക്ഷനിൽ വിജയിക്കുകയും അതിനെ തുടർന്ന് മെലാനിയ ട്രംപുമായിട്ടൊരു കോംപ്രമൈസിൽ എത്തിയിട്ട്, കാരണം വൈറ്റ് ഹൗസിലേക്ക് ചെല്ലാൻ ഭാര്യ വളരെ അനിവാര്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു കൾച്ചർ അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യം കൂടി നമ്മൾ ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതുണ്ട്. പ്രസിഡന്റായിട്ട് ചുമതലയേറ്റ് വൈറ്റ് ഹൗസിൽ വരുന്ന ആൾക്ക് ചില കീഴ്വഴക്കങ്ങളുണ്ട്. ആ കീഴ്വഴക്കങ്ങൾ തീർച്ചയായിട്ടും ട്രംപും പാലിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി അവരുടെ ബന്ധം മുന്നോട്ട് പോയി. ഇപ്പോൾ തീർച്ചയായിട്ടും ട്രംപ് മൂഡിലാണ്, വാർദ്ധക്യത്തിൻ്റെ ഒരു മോഡിലാണ്. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പം ഡിവോഴ്സും അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട വിഷയത്തിലേക്കൊക്കെ ചിന്തിച്ചിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ എന്തായാലും ധാരാളം സ്വത്തുക്കളുണ്ട്. അപ്പോൾ ഇതിനെ തുടർന്ന് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രംപിൻ്റെ സൈഡിലുള്ള ക്ലാരിഫിക്കേഷൻസ് കൊടുക്കേണ്ടത് വളരെ വളരെ അനിവാര്യമാണ്. ഈ എപ്സ്റ്റീൻ കേസുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ എപ്സ്റ്റീൻ എനിക്ക് അറിയാവുന്ന ആളായിരുന്നു. ജെഫ്രി എപ്സ്റ്റീൻ്റെ ഇമാതിരിപ്പെട്ട ഇല്ലീഗൽ കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷം പിന്നീട് ഞാൻ അയാളുമായിട്ടുള്ള ബന്ധം ഞാൻ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോയില്ല എന്നുള്ള രീതിയിലൊക്കെ ട്രംപ് സ്റ്റേറ്റ്മെൻറ്റുകൾ ഇപ്പോൾ പറയുന്നുണ്ട്. ഇപ്പോൾ എന്ത് വേണേലും പറയാം, കാരണം തിരിച്ച് മറുപടി പറയാൻ അപ്പുറത്ത് ജെഫ്രി എപ്സ്റ്റീൻ ജീവിച്ചിരിപ്പില്ല. ഒരു സുപ്രഭാതത്തിൽ ഇയാൾ ഈ കാര്യങ്ങളൊക്കെ വിളിച്ച് പുറത്തു പറയും എന്നുള്ള പേടിയിലാണ് ഏതോ പ്രമുഖരൊക്കെ ചേർന്നുകൊണ്ട് എപ്സ്റ്റീനെ കൊലപ്പെടുത്തിയതായിട്ടുള്ള റൂമേഴ്സൊക്കെ നിലനിൽക്കുന്നുണ്ട്. ഇതൊക്കെയാണ് പശ്ചാത്തലം. ഈ പശ്ചാത്തലത്തിലാണ് ഇപ്പം അമേരിക്കയുടെ ഉള്ളിൽ ട്രംപ് ഈ നാറ്റക്കേസിൽപ്പെട്ട് ചീഞ്ഞളിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അണ്ടർ ഏജിലുള്ള പല കുട്ടികളെയും പല തവണ ഇയാൾ പീഡിപ്പിച്ചിട്ടുണ്ടെന്നുള്ള വാർത്തകളൊക്കെ ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ ഈ പ്രതിസന്ധി മറികടക്കാൻ വേണ്ടിയിട്ട് ഇറാനെ ഒരു ആയുധമായിട്ട് ഉപയോഗിക്കാനുള്ള സാധ്യതയുണ്ട് ട്രംപിൻ്റെ ഭരണകൂടം. സോ ഇറാൻ നെക്സ്റ്റ് 48 hours നിങ്ങൾ നെഗോഷിയേറ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിലും ഇല്ലെങ്കിലും അമേരിക്ക ആക്രമണം നടത്താനുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതൽ. 99% ഇറാൻ്റെ മേളിൽ ആക്രമണം നടത്താൻ തന്നെയാണ് സാധ്യത എന്നുള്ളതാണ് ഈ സെർബിയയുടെ പ്രസിഡന്റ് പറയുന്നത്. അടുത്തത് ക്യൂബയ്ക്ക് മേലിലുള്ള സമ്മർദ്ദം ട്രംപ് കൂടുതലായിട്ട് വർദ്ധിപ്പിക്കുകയാണ്. ക്യൂബയിലേക്ക് റഷ്യൻ ഷിപ്പുകളാണ് ഏറ്റവും കൂടുതൽ ഇപ്പം എണ്ണ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനെ തടയാനുള്ള മാർഗങ്ങളിലേക്ക് അമേരിക്ക ഇപ്പോൾ ഇറങ്ങുകയാണ്. ഒരു സൈഡിൽ ഇറാൻ്റെ മുന്നിൽ മാത്രമല്ല, അവിടെ ക്യൂബയ്ക്ക് നേരെയും പല രീതിയിലുള്ള ഭീഷണികളുമായിട്ട് ഇറങ്ങുകയാണ് ഡൊണാൾഡ് ട്രംപ്. ഈ എപ്സ്റ്റീൻ ഫയലുമായിട്ട് ബന്ധപ്പെട്ട കേസിൽ സെപ്പറേറ്റ് കമ്മിറ്റി രൂപീകരിച്ച് ആ കമ്മിറ്റിയെ കൊണ്ട് അന്വേഷിപ്പിക്കുമെന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു പ്രസിഡന്റ് എന്നുള്ള നിലയിൽ അയാൾ പറഞ്ഞ ഉത്തരമാണിത്. പക്ഷേ അതിൽ ചോദ്യത്തിന് ഉത്തരം കൊടുക്കാൻ ഇയാളും കൂടി പോകേണ്ടി വരും, കാരണം ഇയാളും അന്വേഷണ പരിധിയിൽ വരുവേ. അപ്പോൾ അതുകൊണ്ട് അതിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയില്ല. ഇയാൾക്ക് വേണ്ട രീതിയിലുള്ള ഒരു പ്രൈവറ്റ് കമ്മിറ്റിയെ നിയമിക്കരുത്. പിന്നെ പലരും ഇതിനകത്ത് ഉയർത്തുന്ന ന്യായവാദം എന്ന് പറഞ്ഞാൽ ഈ എപ്സ്റ്റീൻ ഫയൽ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഡൊണാൾഡ് ട്രംപ് തന്നെയാണ് ആ ലോ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എക്സിക്യൂട്ടീവ് ഓർഡർ സൈൻ ചെയ്തത്. പുള്ളിക്കാരനാണ് ഇത് പാസ്സാക്കിയത്. അതായത് അമേരിക്കയിൽ ട്രംപ് ഭരണത്തിൽ വന്ന ഉടനെ തന്നെ കുറേ എക്സിക്യൂട്ടീവ് ഓർഡറുകൾ പാസ്സാക്കി. അതിലൊരു എക്സിക്യൂട്ടീവ് ഓർഡറാണ് ട്രാൻസ്പെറൻസി ഉണ്ടാവണം എന്നുള്ളത്. അതായത് ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ ട്രാൻസ്പെറന്റ് ആയിരിക്കണം എന്നുള്ള നിലയിലുള്ള ഒരു എക്സിക്യൂട്ടീവ് ഓർഡറാണ് പാസ്സാക്കിയത്. ആ ട്രാൻസ്പെറൻസി ലോ പാസ്സാക്കിയതിനെ തുടർന്ന് ഈ ഡോജ് പോലത്തെ സംവിധാനമൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ ട്രാൻസ്പെറൻസി ലോ ഇവരെ ഇംപ്ലിമെന്റ് ചെയ്തത്. അമേരിക്കൻ ഗവൺമെന്റിന്റെ ഉള്ളിൽ ഇവർക്കെതിരെ എന്തൊക്കെ ഫയലുകളുണ്ടോ അതെല്ലാം തന്നെ ഇവർക്ക് കണ്ടെത്താൻ ഇപ്പോൾ ഒരു ഗുണകരമായി മാറിയിട്ടുണ്ട്. കാരണം ഇവരുടെ പേരിലുള്ള ഫയലുകളൊക്കെ കണ്ടെത്തി ഇവർക്ക് വേണമെങ്കിൽ നശിപ്പിക്കാം. ഇതിനെ രണ്ട് സൈഡിൽ നമുക്ക് ചിന്തിക്കാം. ഒന്ന്, അവർക്ക് ഫേവറബിൾ ആയിട്ട് അവരുടെ പേരിലുള്ള ഡോക്യുമെന്റ്സ് ഒക്കെ കണ്ടെത്തി അത് നശിപ്പിച്ച് കളയാൻ കഴിയും, കാരണം അവരാണ് ഇപ്പോൾ അഡ്മിനിസ്ട്രേഷനിൽ ഉള്ളത്. രണ്ടാമത്, ഇവർക്കെതിരെയുള്ള എതിരാളികളുടെ പേരിലുള്ള ഫയൽ എടുത്ത് അവർക്കെതിരെ കേസ് ഫയൽ ചെയ്യാനും സാധിക്കും. അങ്ങനെ ഇതിനകത്തൊരു ലൂപ്പ് ഹോൾ ഉണ്ട്. പിന്നെ പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ട്രംപ് വളരെ മഹാനായ ഒരു വ്യക്തിയാണ്. ട്രാൻസ്പെറൻസി ലോ ഇംപ്ലിമെന്റ് ചെയ്തു. പൊതുജനങ്ങൾക്ക് ഗവൺമെന്റിന്റെ സീക്രട്ട്, ഗവൺമെന്റിന്റെ ഉള്ളിൽ
ഒളിഞ്ഞു കിടക്കുന്ന ക്ലാസിഫൈഡ് ഡോക്യുമെന്റ്സ് ഒക്കെ അറിയാൻ സാധിക്കുന്ന രീതിയിൽ ഒരു ലോ പാസ്സാക്കിയിരിക്കുകയാണ് എന്നുള്ള ഒരു നന്മമരം ഇമേജും കൂടി കിട്ടും. അപ്പോൾ എല്ലാം കൊണ്ടും അടിപൊളിയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു നിയമമാണിത്. ആ നിയമം പാസ്സാക്കിയതിന്റെ പേരിലാണ് ഇപ്പൊ ട്രംപിന്റെ ഈ ഒരു കേസും കൂടി പുറത്തു വന്നിരിക്കുന്നത്. അതായത് ഞാൻ പറഞ്ഞു വെക്കുന്നത്, ഈ ട്രാൻസ്പെറൻസി ലോ പാസ്സാക്കിയതിന്റെ പേരിൽ ട്രംപിന് വലിയ ക്ലീൻ ഷീറ്റ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അത് വേറെയും പല ലക്ഷ്യങ്ങളോട് കൂടി ആയിരിക്കാം ഇത് പാസ്സാക്കിയത്. അങ്ങനെയാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം എലോൺ മസ്കിന്റെ പേര് വരെ ഈ എപ്സ്റ്റീൻ ഫയൽ കേസിൽ ഉൾപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇലോൺ മസ്ക് ട്രംപിനെ ഇലക്ഷന് വേണ്ടിയിട്ട് പിന്തുണയ്ക്കുന്നതിന് തൊട്ട് മുമ്പ് ട്രംപിനെ കുറിച്ച് ഇതേപോലത്തെ എപ്സ്റ്റീൻ ഫയലുമായിട്ട് ബന്ധപ്പെട്ട കേസിനെ കുറിച്ച് ഒരു ട്വീറ്റ് പബ്ലിഷ് ചെയ്തതായിട്ടും അത് കഴിഞ്ഞിട്ട് അത് ഇമീഡിയറ്റ് ആയിട്ട് പിൻവലിച്ചിട്ട് അത് കഴിഞ്ഞിട്ടാണ് ട്രംപിന് പിന്തുണ നൽകിയത്, ട്രംപിനോട് ഒത്ത് പ്രവർത്തിച്ചത് എന്നുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ട്രംപ് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ വിൽ ബൈ വെനിസുല ഓയിൽ, അതിന് ഇന്ത്യ സമ്മതം അറിയിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇന്ത്യ സമ്മതം അറിയിക്കും. കാരണം ഇന്ത്യക്ക് വെനിസുല $1 ബില്യൺ ഇങ്ങോട്ട് പേ ചെയ്യാനുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ആ ഓയിൽ വേണം. നമ്മുടെ റിക്വസ്റ്റ് അനുസരിച്ചാണ് അമേരിക്ക ഇത് ഗ്രാൻഡ് ചെയ്തിരിക്കുന്നത്. നമ്മളാണ് ചോദിച്ചത്, അല്ലെ ട്രംപ് ഓഫർ ചെയ്തതല്ല. ചൈനയ്ക്ക് വേണമെങ്കിലും ഈ ഓപ്പർച്യൂണിറ്റി സ്വന്തമാക്കാം എന്ന് ചൈനയ്ക്കും ഒരു ഫ്രീ ഓഫർ കൊടുക്കുന്നുണ്ട് ട്രംപ്. ചൈന അവരുടെ കാല് പിടിക്കുന്നുണ്ട്. അതായത് ഈ വെനിസുലയുടെ എണ്ണ വേണം എന്നുള്ള രീതിയിൽ ചൈന അമേരിക്കയുമായിട്ട് ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ട്രംപ് പറയുന്നത്. അതുപോലെ ഗ്രീൻലാൻഡിന്റെ വിഷയം ആക്റ്റീവ് ആണെന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. കാനഡയ്ക്ക് മേളിൽ ശക്തമായ രീതിയിൽ 100% താരിഫുമായിട്ട് ഞാൻ മുന്നോട്ട് പോകും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഇറാനിൽ ഇന്നലെ ഒരു പൊട്ടിത്തെറി, ഈ ബന്ദർ എന്ന് പറഞ്ഞ സ്ഥലത്ത് തന്നെയാണ് ഒരു പൊട്ടിത്തെറി സംഭവിച്ചത്. ഒറ്റൊരു പൊട്ടിത്തെറിയാണ് സംഭവിച്ചിരിക്കുന്നത്. മിനിഞ്ഞാന്ന് 12ഓളം പൊട്ടിത്തെറികളാണ് സംഭവിച്ചത്. പക്ഷേ ഇന്നലെ ഒറ്റൊരു പൊട്ടിത്തെറി മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. ആ വീഡിയോ ആണ് ഞാനിവിടെ വെച്ചിരിക്കുന്നത്. അതുപോലെ ഇന്നലെ ആയത്തുൽ അലി ഖമനേയി പൊതുജനങ്ങളെ അഡ്രസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഇറാന്റെ പാർലമെന്റിന്റെ ഉള്ളിൽ എംപിമാർ, പാർലമെന്റ് മെമ്പേഴ്സ് എല്ലാം തന്നെ IRGCയുടെ യൂണിഫോം ധരിച്ചുകൊണ്ടാണ് പാർലമെന്റിലേക്ക് കടന്നു വന്നത്. യൂറോപ്യൻ യൂണിയൻ ഇറാന്റെ IRGC ഭരണകൂടത്തിനെ അഥവാ IRGC സോൾജേഴ്സിനെ തീവ്രവാദികളായിട്ട് പ്രഖ്യാപിച്ചതിനെ തുടർന്ന് നിങ്ങൾ ആരാണ് ഞങ്ങളെ തീവ്രവാദികളായിട്ട് കണക്കാക്കാൻ, നിങ്ങളാണ് ശരിക്കുള്ള തീവ്രവാദികൾ എന്ന് അതിന്റെ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണ് ഈ IRGCയുടെ യൂണിഫോം ജനപ്രതിനിധികൾ ധരിച്ചുകൊണ്ട് പാർലമെന്റിലേക്ക് കടന്നു വന്നതായിട്ടാണ് അവർ പ്രഖ്യാപനം നടത്തിയത്. അതുപോലെ ആയത്തുൽ അലി ഖമനേയി പൊതുജനങ്ങളെ അഭിസംബോധന ചെയ്ത്, അതായത് ആ പാർലമെന്റിന്റെ ഉള്ളിൽ തന്നെയാണ് പുള്ളിക്കാരൻ സംസാരിച്ചത്. അത് ഇറാന്റെ ന്യൂസ് ചാനലിൽ ടെലികാസ്റ്റ് ചെയ്യുകയും കൂടി ഉണ്ടായി രാജ്യമൊട്ടാകെ. അമേരിക്കയും ഇസ്രായേലും തന്നെയാണ് പോയിന്റ് ഔട്ട് ചെയ്ത് സംസാരിച്ചത്. നമ്മളുടെ അസറ്റുകളാണ് അവർക്ക് ആവശ്യം, നമ്മളുടെ അടുത്ത് എണ്ണയുണ്ട്, ധാതു സമ്പത്തുകളുണ്ട്, അതുപോലെ തന്നെ നമ്മളുടെ എനർജി റിസോഴ്സ് ഇതെല്ലാം തന്നെ അവർ ടാർഗറ്റ് ചെയ്താണ് കൊള്ളയടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ രാജ്യത്തിനെ ലക്ഷ്യമാക്കി അവർ നീങ്ങുന്നത്. അതുകൊണ്ട് നമ്മൾ ഒട്ടും നമ്മുടെ രാജ്യത്തിന്റെ സോവറിനിറ്റി വിട്ടുകൊടുക്കാൻ പാടില്ല. CIA, മൊസാദ്, ISIS, കുർദുകൾ ഇമാതിരിപ്പെട്ട തീവ്രവാദ സംഘടനകളെയാണ് അവർ നമ്മുടെ രാജ്യത്തിനെതിരെ ഉപയോഗിക്കുന്നത് എന്നും കൂടി പുള്ളിക്കാരൻ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അതിന് എക്സാമ്പിൾ ആയിട്ട് ISIS സിറിയ കണ്ടില്ലേ, ISIS ഇറാഖ് കണ്ടില്ലേ എന്നൊക്കെ പുള്ളിക്കാരൻ ചോദിക്കുന്നുണ്ട്. പക്ഷേ പുള്ളിക്കാരൻ മനഃപൂർവ്വം ഒരു വിഷയം അഡ്രസ് ചെയ്യാൻ മറക്കുന്നു. എക്കണോമിക് റിസഷൻ കൊണ്ടാണ് ഈ പ്രശ്നം തുടങ്ങിയത് എന്നുള്ളത് പുള്ളിക്കാരൻ മനഃപൂർവ്വം മറക്കുകയാണ്. ആ എക്കണോമിക് റിസഷനിൽ നിന്നും എങ്ങനെ കരകയറും എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു പോയിന്റും പുള്ളിക്കാരൻ സംസാരിച്ചില്ല. അതും കൂടി നമ്മളിവിടെ എടുത്തു പറയേണ്ടതാണ്. കാരണം ഈ വിഷയം ആവർത്തിച്ച് മസൂദ് പെസസ്കിയാൻ ഉടനീളം പറയുന്നുണ്ടായിരുന്നു. അതായത് നമ്മൾ എക്കണോമിക് റിഫോർമേഷൻ നടത്തിക്കൊണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതി അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, അതിനുവേണ്ടി നമ്മൾ ചില കാര്യങ്ങൾ നടപ്പിലാക്കേണ്ടതുണ്ട് എന്നൊക്കെ മസൂദ് പെസസ്കിയാൻ പറയുന്നുണ്ട്, ഇറാന്റെ പ്രസിഡന്റ്. പക്ഷേ IRGC ഭരണകൂടത്തിന് ആയത്തുൽ ഖമനേയിക്ക് ഒറ്റൊരു എയിം മാത്രമേ ഉള്ളൂ, അത് ഇസ്രായേലിനെയും അമേരിക്കയും ചേർത്ത് തോൽപ്പിക്കുക എന്നുള്ളതാണ്. അവർക്കെതിരെയുള്ള നിലപാട് വ്യക്തമാക്കിക്കൊണ്ടാണ് പുള്ളിക്കാരൻ സംസാരിച്ചത്. ഇറാൻ എങ്ങനെയാണ് സ്റ്റാർ ലിങ്കിന്റെ ഇന്റർനെറ്റ് സാറ്റലൈറ്റുകളെ ജാം ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഫുൾ ബ്ലൂ പ്രിന്റ് കംപ്ലീറ്റ് കൊടുത്തത് ചൈനയാണ്. അതായത് സ്റ്റാർ ലിങ്കിന്റെ സാറ്റലൈറ്റുകൾ ഇറാന്റെ മേളിൽ എവിടെയൊക്കെയാണ് നിന്ന് ഇതിന് കണക്ഷൻസ് കൊടുക്കുന്നത്, ഇതൊക്കെ ഏതൊക്കെ ലൊക്കേഷനിൽ ഇത് വർക്ക് ചെയ്യുന്നുണ്ട്, ആ സ്റ്റാർ ലിങ്കിന്റെ ആന്റനാസ് ഏതൊക്കെ വീടുകളിലാണ് പ്രവർത്തിക്കുന്നത്, അതിന്റെ ലൊക്കേഷൻ ഉൾപ്പെടെ കംപ്ലീറ്റ് ഇമേജ് പ്രൂഫോടുകൂടി മാർക്ക് ചെയ്ത് കൊടുത്തത് ചൈനയാണ്. അത് കഴിഞ്ഞിട്ടാണ് ഇറാൻ ആ പ്രത്യേക ഏരിയകളിൽ GPS ജാമർ ഉപയോഗിച്ച് ഈ ഒരു ടൈം മാനേജ്മെന്റ് തെറ്റിച്ചുകൊണ്ട് ആ ഇന്റർനെറ്റിനെ ബ്ലോക്ക് ചെയ്തത്. ഇന്നലെ മുതലേ ഒരു വാർത്ത കേൾക്കുന്നുണ്ട്, ഇറാനും റഷ്യയും ചൈനയും കൂടി ചേർന്നിട്ട് സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസിന്റെ അടുത്ത് നേവൽ പ്രാക്ടീസ് അഥവാ ഒരു നേവൽ ഡ്രില്ല് നടത്തുന്നുണ്ട് എന്നുള്ള ഒരു വാർത്ത. ഇത് കംപ്ലീറ്റ്ലി ഫേക്ക് ന്യൂസ് ആണ്. പഴയ വീഡിയോ എടുത്ത് പബ്ലിഷ് ചെയ്തിട്ടാണ് ഇമാതിരിയുള്ള വാർത്തകൾ അടിച്ചിറക്കുന്നത്. പക്ഷെ അത് ഫേക്ക് ന്യൂസ് ആണ്. ശരിക്കും സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസിൽ ഈ ഗൾഫ് ഓഫ് ഒമാന്റെ ആ റീജിയനിൽ ഒമാന്റെ നേവിയും അതേപോലെ സൗദി അറേബ്യയുടെ നേവിയും കൂടി ചേർന്നിട്ട് ആ ഏരിയയിൽ ഒരു പ്രാക്ടീസ് നടത്തുന്നുണ്ട്. മറ്റൊരു തരത്തിലുള്ള പ്രാക്ടീസും ആ ഏരിയയിൽ നടക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനി ഇറാൻ ആണെങ്കിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയുള്ള ഒരു നേവൽ ഡ്രിൽ നടക്കുന്നു എന്നുള്ള വാർത്തയ്ക്ക് ഞങ്ങൾ പ്രതികരിക്കാനൊന്നും പോയില്ല, പക്ഷെ അങ്ങനെ ഒരു ഡ്രിൽ നടക്കുന്നില്ല. പിന്നെ അങ്ങനെ ഒരു വാർത്ത വന്ന സ്ഥിതിക്ക് ഞങ്ങൾ അതിനോട് പ്രതികരിക്കുന്നില്ല, കാരണം അതൊരു പോസിറ്റീവ് വാർത്തയായിട്ട് ഞങ്ങൾക്ക് തോന്നി. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അതുമായിട്ട് പ്രതികരിക്കുന്നില്ല എന്നാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ അമേരിക്കയുടെ C-17 കാറ്റഗറിയിൽപ്പെട്ട 4 കാർഗോ എയർക്രാഫ്റ്റുകൾ ഇന്നലെ മിഡിൽ ഈസ്റ്റിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട്. C-5M ഗാലക്സി കാറ്റഗറിയിൽ വരുന്ന ഒരു കാർഗോ
എയർക്രാഫ്റ്റും ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് നമ്മൾ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഇസ്രായേൽ ഗാസ റഫ ബോർഡറിൽ ഈജിപ്റ്റ് അവരുടെ കംപ്ലീറ്റ് സാമഗ്രികളുമായിട്ട് വന്ന് ലൈനപ്പ് ചെയ്ത് നിന്നു. ആ ചർച്ച നടത്തിയ പ്രകാരം തന്നെ ഫെബ്രുവരി 1 തീയതി കുറച്ച് വാഹനങ്ങൾ കടത്തിവിടാൻ വേണ്ടിയിട്ട് റഫ ഗേറ്റ് ഇന്നലെ ഇസ്രായേൽ ഓപ്പൺ ചെയ്ത് കൊടുത്തു. അങ്ങനെ കുറച്ച് വാഹനങ്ങൾ എയ്ഡ് സാധനങ്ങളുമായിട്ട് ഗാസയ്ക്കുള്ളിൽ കടന്ന് ചെന്നിട്ടുണ്ട്. ഇതാണ് ഒരു വാർത്ത. അപ്പം ഇതിനെ തുടർന്ന് ഹമാസ് അവിടെ ഇസ്രായേൽ ഇങ്ങനെ ഗേറ്റ് കൺട്രോൾ ചെയ്യാൻ പാടില്ല, നിങ്ങൾ റഫ ഗേറ്റ് പൂർണ്ണമായിട്ടും തുറക്കണം, ടൈം അത് ഹമാസിന്റെ കൺട്രോളിൽ വരേണ്ടതാണ് എന്നുള്ള സ്റ്റേറ്റ്മെന്റുകളൊക്കെ ഇവർ പുറപ്പെടുവിച്ചിട്ടുണ്ട് ഹമാസ്. പക്ഷേ ഇസ്രായേൽ പറയുന്നത് നിങ്ങൾ ആദ്യം പറഞ്ഞതുപോലെ ഗാസ പീസ് അക്കോർഡ് കരാർ നമ്പർ 1, അതായത് ഈജിപ്തിൽ വെച്ച് സൈൻ ചെയ്ത ആ ഒരു കോൺട്രാക്ട് പ്രകാരം ആയുധം ഉപേക്ഷിക്കുക, എന്നിട്ട് മതി നമുക്ക് ബാക്കി സംസാരം എന്നാണ് ഇസ്രായേലിന്റെ നിലപാട്. ഇസ്രായേൽ ഇന്നലെ ഗസയ്ക്കുള്ളിൽ നടത്തിയ ആക്രമണത്തിൽ 28 ഗാസൻസ് ആണ് കൊല്ലപ്പെട്ടത്. അതിനെ തുടർന്ന് 8 അറബ് രാജ്യങ്ങൾ അതിനെതിരെ ശക്തമായ രീതിയിൽ കണ്ടംപ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പാകിസ്ഥാനിൽ പരിതാപകരമായ അവസ്ഥയാണ്. ശരിക്കും 120-ലധികം പാകിസ്ഥാൻ സോൾജേഴ്സ് കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇപ്പം ബലൂചിസ്ഥാൻ മേഖലയിൽപ്പെട്ട ബലൂച്ച് ലിബറേഷൻ ആർമി ക്വറ്റ, അതുപോലെ തന്നെ ഗ്വാദാർ പോർട്ട്, നുസൈർ എന്ന് പറഞ്ഞ സ്ഥലം, ഈ 3 സ്ഥലങ്ങൾ ഇപ്പോൾ ഇവർ കയ്യേറിയിരിക്കുകയാണ്. അതായത് ബലൂച്ച് ലിബറേഷൻ ആർമിയാണ് ഇപ്പോൾ ഇത് കയ്യേറിയിരിക്കുന്നത്. ഇതിനെ തുടർന്ന് പാകിസ്ഥാന്റെ ഉള്ളിൽ പല തീവ്രവാദ സംഘടനകൾ വരെ പ്രതികരിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതായത് ബലൂചിസ്ഥാനികൾ എടുക്കുന്ന തീരുമാനം ശരിയല്ല, രാജ്യത്തിന് കീറി മുറിക്കാനുള്ള ഒരു ഏർപ്പാടാണ്, ഇതിൽ നിന്നും പിന്മാറണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പം റിക്വസ്റ്റും അഭ്യർത്ഥനയുമായിട്ട് പല തീവ്രവാദ സംഘടനകളും ഇപ്പം ബലൂച്ച് ലിബറേഷൻ ആർമിക്ക് ഉപദേശവുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഇപ്പം ബലൂചിസ്ഥാൻ ആർമി ഇപ്പോൾ ഇച്ചിരി അപ്പർ ഹാൻഡിൽ നിൽക്കുകയാണ്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, 3 ദിവസങ്ങൾക്ക് മുമ്പ് ഇതേ പാകിസ്ഥാനാണ് ഈ ബലൂച്ച് മേഖലയിൽ ചെന്നിട്ട് ആക്രമണം നടത്തി വീഡിയോ ഫുട്ടേജ് എടുത്ത് ആ വീഡിയോ പബ്ലിഷ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്തത്. ഈ പാക് മിലിറ്ററി ഉദ്യോഗസ്ഥരാണ് ഈ സെലിബ്രേഷൻ നടത്തിയത്. അവരുടെ ഫ്ലാഗ്, അതായത് ബലൂചിസ്ഥാന്റെ ഉള്ളിലേക്ക് എൻട്രി ആകുമ്പോഴത്തേക്കും അവിടെ ഒരു എൻട്രി ഗേറ്റ് ഉണ്ട്. ആ ഗേറ്റിന്റെ മേളിൽ ഒരു ബലൂച്ച് ലിബറേഷൻ ആർമിയിൽപ്പെട്ട ഒരു വ്യക്തി ഒരു ഫ്ലാഗ് വെച്ചുകൊണ്ട് അതിന്റെ ടോപ്പിൽ നിൽക്കുകയാണ്. അയാളെ വെടിവെച്ച് കൊലപ്പെടുത്തുകയും അയാളുടെ കയ്യിലുള്ള ഫ്ലാഗ് താഴെ വീഴുന്നുണ്ട്. ആ ഫ്ലാഗ് എടുത്ത് ഈ പാകിസ്ഥാൻ ആർമി ഉദ്യോഗസ്ഥൻ ചെരുപ്പ് തുടക്കുകയാണ്. ഇതാണ് രംഗം. അവൻ ആ ഫ്ലാഗ് എടുത്ത് കീറി കളഞ്ഞിട്ട് പാകിസ്ഥാന്റെ ഫ്ലാഗ് എടുത്ത് നിവർത്തി കാണിക്കുകയാണ്. ഇതിനെ തുടർന്ന് പാകിസ്ഥാന്റെ ആർമി ബലൂചിസ്ഥാന്റെ ഉള്ളിൽ നടത്തിയ ഓപ്പറേഷനെ വലിയ രീതിയിൽ 21 ബലൂചിസ്ഥാനികളെ വധിച്ച ആ ഒരു രംഗം വീഡിയോ ക്ലിപ്പ് കൃത്യമായിട്ട് സോഷ്യൽ മീഡിയയിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനെ തുടർന്നാണ് ബലൂച്ച് ലിബറേഷൻ ആർമി വലിയ തോതിൽ രോഷാകുലരായിട്ട് ഇറങ്ങി തിരിച്ച് ഈ പാകിസ്ഥാൻ ആർമിക്ക് ഒരു പാഠം പഠിപ്പിക്കണമെന്നുള്ള രീതിയിൽ അവരിപ്പം ചറപറ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് നിലവിലെ പാകിസ്ഥാന്റെ ആർമിക്കും ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിക്കും ഇടയിൽ നടക്കുന്ന ഒരു കോൺഫ്ലിക്റ്റ്. अस्सलाम वालेकुम। क्वेटा में अमन अमान की बदतर अबतर सूरत हाल पर काबू पाने की कोशिश की जा रही है। जैसे कि आपको मालूम है, ये है मशरकी बाईपास और ये है पुलिस थाना। इसके आसपास जो गाड़ियां खड़ी की गई हैं उसमें भी आग लग चुकी है, बहुत सारा नुकसान हुआ है और आप यहाँ पर देख रहे हैं कि बहुत से लोग यहाँ पे जमा हैं। दादा सर शेयर का दी बाईपास पाजरगंजी थाने मानी डेर। आज की बलूचिस्तान के सूरत हाल के पेश नज़र क्वेटा में कर्फ्यू लगने का भी खदशा है। अब मालूमात नहीं कि कर्फ्यू लग चुकी है या लगेगी। तो इस सूरत हाल ने बलूचिस्तान के आवाम को काफ़ी परेशान कर दिया और ये काफ़ी खदशात भी पैदा हो गए हैं, क्योंकि अमन की जो सूरत हाल है इसे कंट्रोल करना बहुत ज़रूरी है। സിനിമ ഇവിടെ തീരുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇത് തുടർച്ചയായിട്ട് നടക്കുമെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. എല്ലാ തവണത്തെയും പോലെ അല്ല ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും പാകിസ്ഥാൻ ഇനി ഇവർക്കെതിരെ വൻ പടയൊരുക്കം നടത്തണം, എന്നാൽ മാത്രമേ പിടിച്ചു നിൽക്കാൻ പറ്റൂ. അതാണ് ഇപ്പോൾ സാഹചര്യം. അങ്ങനെ പടയൊരുക്കം നടത്തി കഴിഞ്ഞാൽ വീണ്ടും പാകിസ്ഥാന്റെ മിലിറ്ററി ഉദ്യോഗസ്ഥർക്ക് ജീവഹാനി സംഭവിച്ചുകൊണ്ടേയിരിക്കും. ഇതാണ് പൊതുവിൽ മനസ്സിലാക്കേണ്ടത്. അതായത് ഇവരാണ് സ്വന്തം രാജ്യത്തുള്ള ഒരു സ്റ്റേറ്റിനെ തന്നെ തടഞ്ഞു നിർത്താൻ കഴിയാത്ത അവസ്ഥയിൽ കിടന്ന് പെടാപ്പാട് പെടുന്ന പാകിസ്ഥാൻ ആർമിയോടൊപ്പമാണ് സൗദി അറേബ്യ ഡിഫൻസ് പാക്ട് സൈൻ ചെയ്തിരിക്കുന്നത്. ഇതാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഇവിടെ തുർക്കി വരുമോ എന്ന് നമുക്കറിയില്ല. ഇനിയിപ്പോൾ പാകിസ്ഥാനെ രക്ഷിക്കാൻ വേണ്ടി സൗദി അറേബ്യ വരുമോ എന്ന് നമുക്കറിയില്ല. ഇടയ്ക്ക് പാകിസ്ഥാന്റെ പ്രൈം മിനിസ്റ്റർ ഷഹബാസ് ഷെരീഫ് ആണെങ്കിൽ ലോകമെമ്പാടും നമ്മളെ പിച്ചക്കാരായിട്ടാണ് കാണുന്നത്, നമ്മളടുത്ത് സംസാരിക്കുമ്പോൾ തന്നെ അവർക്ക് പേടിയാണ് എന്നുള്ള നിലയിലുള്ള സ്റ്റേറ്റ്മെന്റുകളൊക്കെയാണ് പുള്ളിക്കാരൻ പുറത്തിറക്കിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ അസീം മുനീറിനെ കാണാനില്ല. ഒരു രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റോ ഈ ബലൂച്ച് ലിബറേഷൻ ആർമികൾക്കെതിരെയുള്ള എന്തെങ്കിലും പടയൊരുക്കങ്ങളോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും നടപടികൾ എടുക്കാനുള്ള പ്രഖ്യാപനങ്ങളോ ഒന്നും തന്നെ നടത്തുന്നില്ല. ഇയാൾ എവിടെയാണെന്ന് പോലും അറിയില്ല എന്നുള്ള അവസ്ഥയാണ്. ഒരു പക്ഷേ ബംഗറിനുള്ളിൽ പുതച്ചു മൂടി കിടന്ന് ഉറങ്ങുമായിരിക്കും. ഇതാണ് അവസ്ഥ. ബംഗ്ലാദേശിന്റെ ഉള്ളിൽ ഇലക്ഷൻ വരാനിരിക്കുന്ന സാഹചര്യത്തിൽ തുടർച്ചയായിട്ട് അവിടുത്തെ പൊളിറ്റിക്കൽ ലീഡേഴ്സ് വധിക്കപ്പെടുകയാണ്. ഇപ്പം ഞാൻ സൈഡിൽ വെച്ചിരിക്കുന്ന ഈ ഒരു ന്യൂസ് പേപ്പർ കട്ടിങ് നോക്കുക നിങ്ങൾ, തുടർച്ചയായിട്ട് NCP പാർട്ടിയിലും BNP പാർട്ടിയിലും പെട്ട നേതാക്കൾ തുടർച്ചയായിട്ട് വധിക്കപ്പെടുകയാണ്. ഇത് ഇലക്ഷൻ സിമ്പതിക്ക് വേണ്ടിയാണോ നമുക്കറിയില്ല, പക്ഷേ ഇത് യുഎസിന്റെ കളിയാണോ എന്ന് ഡൗട്ടുണ്ട്. അതായത് പ്രഖ്യാപിച്ചതുപോലെ ഫെബ്രുവരി 12-ാം തീയതി ഇലക്ഷൻ നടക്കുമോ ഇല്ലയോ എന്നുള്ള ഒരു ഡൗട്ടും കൂടിയാണ് ഇപ്പം ബംഗ്ലാദേശിന്റെ ഉള്ളിൽ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നത്. കാരണം അത്രമാത്രം ഇത്രയും നാളും ഇവർ മൈനോറിറ്റികൾക്കെതിരെയുള്ള കൊലപാതകങ്ങളാണ് നടത്തിക്കൊണ്ടിരുന്നുണ്ടെങ്കിൽ ഇപ്പം പരസ്പരം
അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പൊളിറ്റിക്കൽ പാർട്ടിയിലുള്ള നേതാക്കളെ വധിച്ചുകൊണ്ട് സിമ്പതി വോട്ട് നേടാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത്. ബംഗ്ലാദേശിന്റെ ഉള്ളിലുള്ള അവസ്ഥ ഗുരുതരമാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇലക്ഷൻ നടക്കുമോ എന്നുള്ളത് ഇനിയിപ്പോൾ കണ്ടറിയണം. കാരണം ഇലക്ഷൻ അട്ടിമറിച്ചിട്ട് വീണ്ടും ഞാൻ തന്നെ രാജാവ്, ഒരേ ഒരു രാജാവ് എന്ന് പറഞ്ഞിട്ട് നൊബേൽ സമ്മാന ജേതാവായിട്ടുള്ള സർ മുഹമ്മദ് യൂനസ് തന്നെ തുടർച്ചയായിട്ട് ഭരണം നിലനിർത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ചൈന പലപ്പോഴായിട്ട് ഈ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിലൂടെ പല രാജ്യങ്ങൾക്കും കടം കൊടുത്തിട്ടുണ്ട്. ആ കടത്തിന് നല്ല രീതിയിലുള്ള പലിശയും വാങ്ങിക്കുന്നുണ്ട്. ആ കടത്തിന്റെ ഫുൾ ബെനിഫിറ്റ് നേടുന്നതും ചൈനയാണ്. ആ വിഷയം മറ്റൊരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്താം. അപ്പോൾ എന്തായാലും കുറേ നിർണായകമായിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.